നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിർബന്ധമായിട്ടും കഴിക്കേണ്ട പഴങ്ങളിൽ ഒന്നാണ് അനാർ അഥവാ മാതളം. കൗമാരപ്രായക്കാരിലെ വിളർച്ച അതല്ലെങ്കിൽ ക്ഷീണം മാറാൻ, അതുപോലെ ഗർഭിണികൾക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന ഉത്തമമായ ഒരു ഫ്രൂട്ടാണ് അനാർ. എല്ലാവരും പറയാറുണ്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ തന്നെ വിളർച്ചയുണ്ടെങ്കിൽ ഇതുപോലെ അനാർ കഴിക്കണമെന്ന്. ഇന്നത്തെ കാലത്ത് പലരും വീട്ടിൽ വാങ്ങി വളർത്തുന്ന ഒരു സസ്യം കൂടിയാണ് അനാർ. എന്നാൽ ഈ ഒരു വിളർച്ച അതല്ലെങ്കിൽ ക്ഷീണം മാറാൻ മാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾ അനാറിനുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അത്ഭുത ഗുണങ്ങൾ എന്ന് തന്നെ പറയാം. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഖുറാനിൽ തന്നെ ഈ ഒരു പഴത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനാറിൻ്റെ ഈ അത്ഭുത ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. ഞാൻ ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക്, മലപ്പുറം ജില്ല. അനാർ അഥവാ മാതളം എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. അതായത് ഗ്രീൻ ടീയിലുള്ളതിനേക്കാൾ ആൻറ്റി ഓക്സിഡൻസ് അനാറിലുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന ഓക്സിഡേറ്റീവ് ഡാമേജ് അതല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു. അനാറിൻ്റെ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാനും പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച സ്ലോ ഡൗൺ ചെയ്യാൻ ഈ ഒരു അനാർ നല്ലതാണ്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, മറ്റനേകം കോമ്പൗണ്ട്സ് ഇതിലുണ്ട്. അതായത് ധാരാളം പോളിഫിനോൾസ് ഉണ്ട്, അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, ഫോളിക് ആസിഡ്, ഇതൊക്കെ അനാറിലുണ്ട്. ഈ ഫോളിക് ആസിഡും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഗർഭിണികൾക്ക് ഒന്നുകൂടെ അധികം ഗുണം ചെയ്യും. അത് മാത്രമല്ല, അനാറിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കും. പ്രത്യേകിച്ച് ജോയിൻറ്റ് പെയിൻസ്, ജോയിൻസിൽ വീക്കം, അതുപോലെ നല്ല വേദന ഉള്ളവർക്കൊക്കെ ഡെയിലി ഒരു അനാർ കഴിക്കാം. ഈ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടിയും നമുക്ക് അസുഖം വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വൈറ്റമിൻ സി ധാരാളം ഉള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും. പിന്നെ ഇങ്ങനെ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടി മാത്രമല്ല, ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് ക്ഷീണം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡിന് ശേഷമെല്ലാം പലർക്കും ചെറിയ പനി വന്നാൽ പോലും ക്ഷീണം കൂടുതൽ ദിവസം നിലനിൽക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷീണം, അതുപോലെ ആ ഒരു ഫീവറിൻ്റെ സമയത്തുണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻസ്, അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് അനാർ നല്ലതാണ്. അനാർ നമുക്ക് കഴിക്കാം. പൊതുവെ എല്ലാവരും പനി ഇതുപോലെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അനാർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഗുണം അറിഞ്ഞിട്ടായിരിക്കില്ല പലരും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ അനാറിൻ്റെ ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട്. അതുപോലെ അനാർ രക്തസമ്മർദ്ദം കുറയാനായിട്ട് സഹായിക്കും. അതായത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ, രക്തയോട്ടം കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അനാറിൽ നമുക്കറിയാം അതിൻ്റെ സീഡ്സ്, ആ ഒരു ഫ്ലഷി ആയിട്ടുള്ള പാർട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അനാറിൻ്റെ സീഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സീഡ്സ് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പ് കുറയ്ക്കാൻ, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതായത് നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് അലിയിച്ച് കളയാൻ സഹായിക്കും. ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ തടയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ളവർക്ക് അനാർ ദിവസേന കഴിക്കുന്നത് നല്ലതാണ്. മരുന്നിനോടൊപ്പം അതല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള വ്യായാമത്തോടൊപ്പം ഈ ഒരു അനാറും കൂടിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ട്രൈഗ്ലിസറൈഡ് ലെവൽ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ അനാറിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കും. പ്രമേഹ രോഗികളിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചിട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. ഇതേ പ്രോപ്പർട്ടി തന്നെ PCOD ഉള്ളവർക്ക്, പ്രത്യേകിച്ച് PCODയോടൊപ്പം അമിതവണ്ണം കൂടി ഉള്ളവർക്ക് ടൈപ്പ് 2 ഡയബറ്റിസ് മെലൈറ്റിസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇക്കൂട്ടരിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് അനാർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ PCOD ഉള്ളവർക്കും ഈ ഒരു അനാർ ദിവസേന കഴിക്കാം. അതുപോലെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും, ഗർഭിണികളാണെങ്കിൽ അവരുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ അനാർ സഹായിക്കുന്നുണ്ട്. ഇതിലെ ഫോളിക് ആസിഡും അതുപോലെ വൈറ്റമിൻ സിയും എല്ലാം ഈ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനാർ നമ്മുടെ കോശങ്ങളിലെ ഓക്സിഡേറ്റീവ് ഡാമേജ് കുറയ്ക്കുന്നത് വഴി നമ്മുടെ സ്കിന്ന് ചുളിയാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് പ്രായം തോന്നാതിരിക്കാൻ, ആ ഒരു യൗവനം നിലനിർത്താനായിട്ട് അനാർ നല്ലതാണ്. പലരും മാതളം അതിൻ്റെ ഉള്ളിലെ സീഡ്സ് കഴിക്കാൻ മടിച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ ആ ഒരു സീഡ്സ് നമ്മൾ അരിച്ച് കളയുകയാണ് പതിവ്. എന്നാൽ ഈ സീഡ്സ് കഴിക്കുമ്പോഴാണ് ഇത് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നത്.
ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് വഴി മുടി കൊഴിച്ചിൽ തടയാനും അനാർ നല്ലതാണ്. പ്രത്യേകിച്ച് വിളർച്ചയുള്ളവരിലെ മുടി കൊഴിച്ചിൽ ഒഴിവാക്കാൻ അവർക്ക് അനാർ കഴിക്കാം. BP കുറയാനും ഈ അനാറിന്റെ സീഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇത്രയൊക്കെ ഗുണങ്ങൾ അനാറിനുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് അനാർ ഒരു ദിവസം തന്നെ കഴിക്കരുത്. ദിവസേന ഒരു അനാർ, അതിലേറെയൊന്നും കഴിച്ചേക്കരുത്. കാരണം ഈ പറഞ്ഞ കണ്ടൻസ് എല്ലാം ഒരു കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുമ്പോൾ മാത്രമേ ശരീരത്തിന് അതിൻ്റെ ഗുണം കൂടി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അനാർ കഴിക്കുന്നത് ശീലമാക്കുന്ന എല്ലാവരും ഡെയിലി ഒരു അനാർ വീതം മാത്രമേ കഴിക്കാവൂ, അതിലേറെ കഴിക്കരുത്. അപ്പോൾ അനാറിൻ്റെ ഗുണങ്ങൾ ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. പൊതുവെ നമ്മുടെ ധാരണ ഇത് വിളർച്ച മാറാൻ അതല്ലെങ്കിൽ ക്ഷീണം മാറാൻ മാത്രമാണ് എന്നാണ്. എന്നാൽ BP കുറയാനും പ്രമേഹം കുറയാനും ട്രൈഗ്ലിസറൈഡ് കുറയാനും എല്ലാം അനാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അനാറിൻ്റെ അത്ഭുത ഗുണങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്